Hi students, we'll go into our third measure of dispersion, which is standard deviation. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തേത് റേഞ്ച്, അതിനുശേഷം മീൻ ഡീവിയേഷൻ അബൌട്ട് എ, ഇനിയും തേർഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആയിട്ട് കരുതുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ സാധാരണഗതിയിൽ സിഗ്മ എന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അപ്പം സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറും, അതായത് സിഗ്മ സ്ക്വയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷറാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ വേരിയൻസ്. അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പൊ ഇതില് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ പറയുന്നതെങ്കിലും ആക്ച്വലി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സിഗ്മ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ആസ് ഓൾവേസ് വേരിയൻസ് നമ്മൾ 3 രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തേത് റോ ഡേറ്റ, പിന്നെ എന്താ പറയാ അൺഗ്രൂപ്പ് ഫ്രീക്വൻസി ടേബിൾ, അതിനുശേഷം ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. സോ ദ ഫസ്റ്റ് തിങ്, നിങ്ങൾ ഹെഡിങ് എഴുതൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എന്നിട്ട് അതിന്റെ താഴെ നോട്ട്സ് എഴുതൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് one of the most important measures of dispersion. Standard deviation is one of the most important measures of dispersion. It is denoted by sigma. Full stop. The square of the standard deviation, comma sigma square is called the variance. ഇനി അടുത്ത സബ് ഹെഡിങ് ആയിട്ട് എഴുതൂ വേരിയൻസ് ഫോർ റോ ഡേറ്റ. അപ്പൊ ആദ്യത്തേത് റോ ഡേറ്റയുടെ കേസിലെ വേരിയൻസ് ആണ്, വേരിയൻസ് ഫോർ റോ ഡേറ്റ. നമ്മുടെ കയ്യിൽ ഒബ്സർവേഷൻസ് മാത്രമേ ഉള്ളൂ, x1, x2, എക്സെട്ര xn. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/n summation I equal to 1 to n xi minus x bar the whole square. ഇതാണ് വേരിയൻസിന്റെ ഫോർമുല. ഓക്കെ, അപ്പം എഴുതൂ സബ് ഹെഡിങ് നമ്പർ 1 വേരിയൻസ് ഫോർ റോ ഡേറ്റ. അതിന്റെ താഴെ എഴുതൂ when x1, x2, etc. xn are the observations, when x1, x2, etc. xn are the observations, comma variance, comma sigma square is obtained using the equation. Variance, comma sigma square is obtained using the equation. ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിച്ചെഴുതൂ. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n summation I equal to 1 to n xi minus x bar the whole square. ഇതാണ് വേരിയൻസിന്റെ ശരിക്കുള്ള ഇക്വേഷൻ. പക്ഷേ ഇതിനെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന്റെ വേറൊരു ഫോമാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതെടുക്കാനുള്ള റീസൺ, ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ ഈ ഫോമുലയെക്കാട്ടിൽ എളുപ്പം നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന രണ്ടാമത്തെ ഫോമുലയാണ്. ഈ ഒരെണ്ണത്തിന്റെ ഡെറിവേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഡെറിവേഷൻ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല, ജസ്റ്റ് അത് എങ്ങനെ കിട്ടുന്നു എന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇവിടെ 1/n സമ്മേഷൻ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം, അതായത് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിനെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? xi സ്ക്വയർ മൈനസ് 2xi എക്സ് ബാർ പ്ലസ് എക്സ് ബാർ സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നോട്ടിൽ എഴുതി പൊക്കോളൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. പക്ഷെ അത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നല്ലതാണ്. അടുത്ത ഞാൻ ഈ 1/n സമ്മേഷൻ xi കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? 1/n സമ്മേഷൻ xi സ്ക്വയർ
minus 1 by n summation 2xi x bar plus 1 by n summation x bar square. എല്ലാ സമ്മേഷനും I equal to 1 to n ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ 1 by n സമ്മേഷൻ ഉപയോഗിച്ച് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എല്ലാ ടേംസിനും 1 by n സമ്മേഷൻ വന്നു. ഇനി ഞാൻ ആ ഫസ്റ്റ് ടേമിനെ അങ്ങനെ തന്നെ ഇടുകയാണ്. 1 by n summation I equal to 1 to n xi square. എന്നിട്ട് ഈ സെക്കൻഡ് ടേമിനകത്ത് ഒരു 2 ഉണ്ട്, ഒരു എക്സ് ബാർ ഉണ്ട്. ഇത് രണ്ടും സമ്മേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കോൺസ്റ്റൻസ് ആണ്. കാരണം സമ്മേഷൻ ഏതിനെ വെച്ചിട്ടാണ്? ഐ വെച്ചിട്ടാണ്. അപ്പൊ ഐ ഉള്ള ടേം മാത്രം അതിനകത്ത് എഴുതിക്കൊണ്ട്, ഐ ഉള്ള ടേം എന്ന് പറയുന്നത് ഈ എക്സ് ഐ ആണ്, അത് മാത്രം അതിനകത്ത് എഴുതിയിട്ട് 2 എക്സ് ബാർ ഞാൻ സമ്മേഷന്റെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, സോ മൈനസ് 1 by n ഇൻറ്റു 2 ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് 2 എക്സ് ബാറും പുറത്തെടുത്തു, പിന്നെ സമ്മേഷന്റെ അകത്ത് സമ്മേഷൻ എക്സ് ഐ മാത്രമേ ഉള്ളൂ. പ്ലസ് ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, എക്സ് ബാർ സ്ക്വയർ. ആ കോൺസ്റ്റന്റിനെ n പ്രാവശ്യം സം ചെയ്യുമ്പോൾ നമുക്ക് 1 by n ഇൻറ്റു n എക്സ് ബാർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അതൊരു കോൺസ്റ്റന്റ് ആണ്, ഐ ഇല്ല. അതായത് കോൺസ്റ്റന്റ്, നമ്മളൊരു കോൺസ്റ്റന്റ് എ ഐ ഈക്വൽ ടു 1 to n സം ചെയ്യാന്ന് പറഞ്ഞാൽ എ പ്ലസ് അങ്ങനെ n പ്രാവശ്യം ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അങ്ങനെ ആഡ് ചെയ്യുമ്പം n ഇൻറ്റു എ എന്നാണ് അത് വരിക. അതേ മെത്തേഡ് വെച്ചിട്ട് ഇവിടെ സമ്മേഷൻ എക്സ് ബാർ സ്ക്വയർ ബിക്കംസ് എൻ എക്സ് ബാർ സ്ക്വയർ. അപ്പം നോക്കൂ, ഇതിനകത്തുനിന്ന് ഈ എന്നും എന്നും ക്യാൻസൽ ആയി പോവും. ഫസ്റ്റ് ടേമിന് ഒരു മാറ്റവും ഇല്ല. സെക്കൻഡ് ടേമിൽ നമ്മൾ ഈ 1 by n ഈ ഒരു സമ്മേഷൻ എക്സ് ഐ ഇതിനെ മാത്രം ക്ലബ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? 1 by n സമ്മേഷൻ എക്സ് ഐ എന്ന് വരും. ഈ 1 by n സമ്മേഷൻ എക്സ് ഐ തന്നെയാണ് എക്സ് ബാർ അല്ലേ? എക്സ് ബാറിന്റെ ഫോർമുലയാണ് 1 by n സമ്മേഷൻ എക്സ് ഐ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളുടെ ഫസ്റ്റ് ടേമിന് മാറ്റമൊന്നുമില്ല. ഇറ്റ് ഈസ് 1 by n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് ഇവിടെ വരുന്നത് ഒരു 2x ബാർ ഓൾറെഡി ഉണ്ട്. 2x ബാർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർക്കുമ്പോൾ അത് പിന്നെ എക്സ് ബാർ ആണ്, പ്ലസ് അവസാനത്തെ ടേം എക്സ് ബാർ സ്ക്വയർ. ഇത് നോക്കൂ, ഈ രണ്ടാമത്തെ ടേമില് 2x ബാറും എക്സ് ബാറും കൂടെ ചേർത്താൽ ഇത് എന്ത് വരും? 2x ബാർ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇത് മൈനസ് 2x ബാർ സ്ക്വയറും ഇവിടെ ഒരു പ്ലസ് എക്സ് ബാർ സ്ക്വയറും കൂടെ ചേർന്ന് വരുമ്പം ഫൈനലി നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് 1 by n summation I equal to 1 to n xi square minus x bar square. ഇത് ഒരു ബ്രാക്കറ്റിനകത്ത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. സിഗ്മ സ്ക്വയറിന്റെ ഒറിജിനൽ ഫോർമുല ഈ എഴുതിയേക്കുന്നതായിരുന്നു, ഇതായിരുന്നു. ഓക്കെ, ആദ്യം എഴുതിയത്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ വേറൊരു പുതിയ ഫോർമുലേറ്റ് കൊണ്ടുവന്നു, അതാണ് ഇത്. അപ്പൊ ഈ രണ്ട് ഫോർമുലയും നമ്മൾ പഠിച്ചു വെക്കണം. അതിലെ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിച്ചാണ് പൊതുവെ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് എഴുതിക്കേ. ദാറ്റ് ഇസ് സിഗ്മ സ്ക്വയർ, that is sigma square equal to variance is equal to 1 by n summation xi minus x bar the whole square. ഇതായിരുന്നു ഒറിജിനൽ ഫോർമുല. സമ്മേഷൻ i equal to 1 to n. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എവിടം വരെ കൊണ്ടുവച്ചു? സിംപ്ലിഫൈ ചെയ്ത് വെച്ചേക്കുന്ന ഫോർമുല നോക്കൂ, which is equal to 1 by n summation xi square minus x bar square. ഈ രണ്ടാമത്തെ ഫോർമുലയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. ഇതാണ് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഈ ബ്രാക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഇടണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ ഇതാണ് വേരിയൻസിന്റെ ഫോർമുല. അപ്പൊ അത് എഴുതിയോ? ദാറ്റ് ഇസ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ദിസ്. ഇനി അതിന്റെ താഴെ എഴുതൂ, then the standard deviation സിഗ്മ is equal to ഈ എഴുതിയേക്കുന്നതിന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 1 by n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഒരു ബ്രാക്കറ്റിനകത്ത് മൈനസ് എക്സ് ബാർ സ്ക്വയർ. ദെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 1 by n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പൊ ഇതാണ് റോ ഡേറ്റയുടെ കേസിലെ വേരിയൻസിന്റെയും
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും ഫോർമുല. ഓക്കെ, അപ്പം നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ അറിയണം. അപ്പം നൗ വി ക്യാൻ ഡു എ പ്രോബ്ലം ഇൻ ദിസ്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. നമ്മൾ വേരിയൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. വേരിയൻസ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻസർ കിട്ടിയ ശേഷം ആ ആൻസറിൻ്റെ സ്ക്വയർ റൂട്ട് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Find the variance for the given data. Find the variance for the given data. പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോയുടെ കൂടെ ഞാൻ പറയുന്ന അതേപടി പേപ്പറിൽ എഴുതി അല്ല ആൻസർ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് യു ഹാവ് ടു ഡു ഇറ്റ് വിത്ത് മീ. എന്നിട്ട് ഡേറ്റ് എഴുതിക്കോളൂ. 3, 5, 7, 6, 4, 8. റോ ഡേറ്റ കേസാണ്. ഫൈൻഡ് ദ വേരിയൻസ് ഫോർ ദ ഗിവൺ ഡേറ്റ. അതിൻ്റെ കഴിഞ്ഞിട്ട് എഴുതൂ then find the standard deviation. Then find the standard deviation. Standard deviation നമ്മൾ SD എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർത്തോളൂ, ആദ്യം വേരിയൻസ് കണ്ടുപിടിക്കണം. എന്തായിരുന്നു വേരിയൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല? വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ദാണ്ട് ഈ കിടക്കുന്നത്. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ ഫോർമുല യൂസ് ചെയ്തായിരിക്കണം നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എഗെയിൻ ടേബിൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ടേബിളിൽ ഡേറ്റ എഴുതി ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് തെറ്റാതിരിക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ആ ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിളിലെ കോളംസ് എന്ന് പറയുന്നത് എക്സൈയുടെ വാല്യൂസ് ആണ് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ XI². ഈ രണ്ട് കോളംസ് ആണ് വേണ്ടുന്നത്, എക്സൈയുടെ കോളവും XI² കോളവും. നിങ്ങൾ ഒന്നും കൂടി ഈ ഒരു ഫോർമുലയിലോട്ട് നോക്കിയേ. ഈ ഫോർമുലയിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ? ആദ്യം X ബാർ വേണം, പിന്നെ സമ്മേഷൻ XI² വേണം. ഈ രണ്ട് സാധനങ്ങളുമാണ് വേണ്ടേ. എന്തായിരുന്നു X ബാറിന്റെ ഫോർമുല? X ബാർ ഇസ് 1/n സമ്മേഷൻ XI. അതായത് XI കോളത്തിന്റെ സം ആണല്ലോ സമ്മേഷൻ XI. XI² കോളത്തിന്റെ സം ആണ് സമ്മേഷൻ XI². അപ്പം ഡേറ്റ ഉപയോഗിച്ച് എക്സൈയുടെ കോളവും XI² കോളവും കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ഉപയോഗിച്ച് നമ്മളുടെ വേരിയൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ XI വാല്യൂസ് എഴുതണം. 3, 5, 7, 6, 4, 8. XI² വാല്യൂസ് 9, 25, 49, 36, 16 and 64. അപ്പം നിങ്ങൾ ആദ്യത്തെ കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, അതാണ് സമ്മേഷൻ XI. രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, അതാണ് സമ്മേഷൻ XI². ഇനി എന്ത് ചെയ്യണം? ഇത്രയും ചെയ്ത ശേഷം ഈ ഫോർമുല എക്സ് ബാറിന്റെ ഫോർമുല എഴുതിയിട്ട് ഫൈൻഡ് എക്സ് ബാർ. ഓക്കെ, അപ്പൊ സമ്മേഷൻ XIയുടെ വാല്യൂ ഉണ്ട്, അതുപയോഗിച്ച് എക്സ് ബാർ കണ്ടുപിടിക്കണം. എന്തായിരിക്കും ഇവിടെ സമ്മേഷൻ XI? നമുക്ക് നോക്കാം. 5 + 3 8, 8 + 7 15 + 6 21 + 4 25 + 8 33. അപ്പോൾ സമ്മേഷൻ XIയുടെ സം 33 ആണ്. സോ എന്തായിരിക്കും എക്സ് ബാർ? സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എത്ര ഒബ്സർവേഷൻസ് ആ? 1 2 3 4 5 6. 1/6 ഇൻറ്റു 33 അല്ലേ? അപ്പോൾ 33/6 എത്ര വരും? 5 are 30, 0.30, 5.5. സോ എക്സ് ബാറിന്റെ വാല്യൂ 5.5 ആണ്. എക്സ് ബാർ കിട്ടിയ ശേഷം പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഫോർമുല യൂസ് ചെയ്യണം. ഓക്കെ, എക്സ് ബാർ കണ്ടുപിടിച്ച ശേഷം എഴുതണം സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ XI² ബ്രാക്കറ്റിനകത്ത് മൈനസ് എക്സ് ബാർ സ്ക്വയർ. നമുക്ക് ആ സമ്മേഷൻ XI² എന്താണെന്ന് നോക്കാം, ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്, ഞാനൊന്ന് കാൽക്കുലേറ്റർ എടുക്കട്ടെ. ആണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം, ഇതിൻ്റെ തന്നെ. സോ സം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 9 + 25 + 49 + 36 + 16 + 64 199. സമ്മേഷൻ XI² എന്ന് പറയുന്നത്
199 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 199. അപ്പോൾ സിഗ്മ സ്ക്വയറിന്റെ ഫോർമുല എങ്ങനെയാ വരിക? എന്നിന്റെ വാല്യൂ 6 ആണ്. സോ ഇറ്റ് ഇസ് 1/6 ഇൻറ്റു 199 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ 5.5 ആണ്. അപ്പോൾ 5.5ന്റെ സ്ക്വയർ. ഓക്കെ, എത്ര വരും? ഇറ്റ് ഇസ് ഈക്വൽ ടു, ഈ ബ്രാക്കറ്റുകൾ മാറിപ്പോരുത് കേട്ടോ. മാറിപ്പോയാൽ നമ്മുടെ തെറ്റിപ്പോവും. ആ 1/n എന്ന് പറയുന്നത് ഇതിന് മാത്രം ഉള്ളതാണ്. അതായത് 199 മാത്രം ഉള്ളതാണ് ഈ 1/6. അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് എക്സ് ബാർ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ എടുത്ത് തന്നെ നോക്കാം. 199 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? ഈക്വൽ ടു 33.17. So it is equal to 33.17 minus 5.5ന്റെ സ്ക്വയർ എന്താണ്? 5.5 ഇൻറ്റു 5.5 അല്ലേ? അതാണല്ലോ സ്ക്വയർ എന്ന് പറയുന്നത്. ഇൻറ്റു 5.5 എത്ര വന്നു? 30.25. So 33.17 minus 30.25. 33.17 minus 30.25. So 211.9 അപ്പോൾ നമ്മുടെ വേരിയൻസിന്റെ വാല്യൂ 2.92 ആണ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേരിയൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ വാല്യൂ നെഗറ്റീവായിട്ട് വന്നാൽ നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി എന്ന് ഓർത്തോണം. അപ്പം സിഗ്മയുടെ വാല്യൂ കിട്ടി. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സിഗ്മ കണ്ടുപിടിച്ച ശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2.92. അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അതുകൂടെ കണ്ടുപിടിച്ചാൽ യു ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് വേരിയൻസ്. നമ്മുടെ വേരിയൻസിന്റെ ഫോർമുല ഒന്നുകൂടെ ഞാൻ പറയാം. 1/n സമ്മേഷൻ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇത് ഏത് കേസിലെയാണ്? റോ ഡേറ്റ കേസിൽ. ഇനിയും അടുത്തത് വേരിയൻസ് ഫോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വേരിയൻസ് ഫോർ അൺഗ്രൂപ്പ് ഡേറ്റ. അപ്പൊ നമ്പർ 2 എന്ന് എഴുതൂ. സെക്കൻഡ് കേസ് വേരിയൻസ് ഫോർ അൺഗ്രൂപ്ഡ് ഡേറ്റ. ഇവിടെ ഒബ്സർവേഷൻസും x1 x2 എക്സെട്ര തന്നിട്ടുണ്ടാവും. xn ഉണ്ടാവും. അതേപോലെ f1 f2 എക്സെട്ര fn ഉണ്ടാവും. അങ്ങനെ ആവുമ്പം നമ്മുടെ ഫോർമുലയിൽ ഒരു ചെറിയ മാറ്റം വരും. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ പോലെ റോ ഡേറ്റ കേസിൽ നിന്നും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലോട്ട് മാറുമ്പം ഫോർമുലയ്ക്ക് വരുന്ന മാറ്റം എന്തൊക്കെയാണ്? സ്മോൾ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആവും. സമ്മേഷനകത്തുള്ള എന്താണോ അതിന്റെ കൂടെ ഒരു FIയും കൂടെ കയറി വരും. അതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതേ രീതിയിൽ നമ്മൾ ആലോചിച്ചാൽ അൺഗ്രൂപ്പ് ഡേറ്റയുടെ കേസിലെ വേരിയൻസ് സിഗ്മ സ്ക്വയറിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/N summation I equal to 1 to n xi minus x bar the whole square into fi. ഇതാണ് ഒറിജിനൽ ഫോർമുല. മറ്റേതിനെ മാറ്റിയതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അതിനെ മാറ്റുമ്പം അത് വരുന്നത് 1/n summation I equal to 1 to n xi square fi minus x bar square. ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതിക്കോ. When observations x1, x2, etc. xn, when observations x1, x2, etc. xn and frequencies f1, f2, etc. fn are given, and frequencies f1, f2, etc. fn are given, comma, the variance sigma square is equal to, the variance sigma square is equal to, screen നോക്കിയിട്ട് ഈ രണ്ട് ഫോർമുല എഴുതിക്കേ. sigma square is equal to 1/N summation I equal to 1 to n
xi minus x bar the whole square into fi. അതാണ് അതിന്റെ ഒറിജിനൽ ഫോർമുല. അതിനെ പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നേരത്തെ ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് കൺവേർഷൻ ആണ്. അതുകൊണ്ടാണ് ഞാനത് പ്രൂഫ് കാണിക്കാതെ, നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പക്ഷെ പഠിക്കേണ്ടി വരും. എഗെയിൻ പിള്ളേരെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. മറ്റതിനകത്ത് മറ്റേതിന്റെ സ്മോൾ എൻ മാറ്റി ക്യാപിറ്റൽ എൻ ആക്കി xi സ്ക്വയറിന്റെ കൂടെ ഒരു fiയും കൂടി ഇട്ടാൽ ഇത് കിട്ടും. So sigma square is equal to 1 by capital N summation xi square fi minus x bar square. ഇതാണ് അൺഗ്രൂപ്പ് ഡേറ്റ കേസിലെ വേരിയൻസിന്റെ ഫോർമുല. ഓക്കെ, അപ്പൊ ഇവിടെ അഗെയിൻ നമ്മൾ എക്സ് ബാർ വേറെ കണ്ടുപിടിക്കണം. അപ്പൊ അതുകൂടെ എഴുതിക്കോ. വേർ എക്സ് ബാറിന്റെ ഫോർമുല എന്തായിരുന്നു അൺഗ്രൂപ്പ് കേസിൽ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 by capital N summation xi fi, where x bar is equal to 1 by capital N summation I equal to 1 to n xi fi. അപ്പൊ ഇതാണ് നമ്മുടെ അൺഗ്രൂപ്ഡ് കേസിലെ ഫോർമുല. ഇത് തന്നെയാണ് ഗ്രൂപ്ഡ് കേസിലെയും ഫോർമുല. കാരണം അരിത്മെറ്റിക് മീൻ എല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി സെയിം ഫോർമുലയാണ് ഗ്രൂപ്ഡ് കേസിലും, അതായത് ക്ലാസും ഫ്രീക്വൻസിയും ഉള്ളപ്പോഴും. എന്താണ് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത്? ക്ലാസ് തരുമ്പം ക്ലാസിന്റെ മിഡ് വാല്യൂസിനെ എക്സൈസ് ആയിട്ട് എടുക്കണം. അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൂടെ എഴുതിയിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ അടുത്തത് 3 വേരിയൻസ് ഫോർ ഗ്രൂപ്ഡ് ഡേറ്റ. വേരിയൻസ് ഫോർ ഗ്രൂപ്ഡ് ഡേറ്റ. ഗ്രൂപ്ഡ് ഡേറ്റ. ഇപ്പൊ ഗ്രൂപ്പ് ഡേറ്റയിൽ നമുക്ക് ക്ലാസും ഫ്രീക്വൻസി ആയിരിക്കും തരുന്നത്. ഇപ്പൊ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ക്ലാസിന്റെ മിഡ് വാല്യൂസിനെ നമ്മൾ എക്സൈസ് ആയിട്ട് എടുത്തിട്ട്, ഇപ്പോൾ ഒരു എക്സ്ട്രാ കോളം കയറി വരും, എക്സൈയുടെ കോളം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എക്സാക്ട്ലി സെയിം ഫോർമുല, നമ്മൾ എന്താണോ ഇവിടെ പഠിച്ചത് ഈ എക്സാക്ട്ലി സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ ഫോർമുല തന്നെ യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കൊള്ളൂ. when classes are given comma find the class marks. Find the class marks. Let x1, x2, etc. xn. Let x1, x2, etc. xn be the class marks. And f1, f2, etc. fn be the frequencies. Let x1, x2, etc. xn be the class marks and f1, f2, etc. fn be the frequencies. എന്നിട്ട് ആ നേരത്തെ എഴുതിയ അതേ ഫോർമുല തന്നെ എഴുതിക്കേ. Then the variance sigma square is equal to, നമ്മുടെ ഈ സെയിം ഫോർമുല എഴുതിക്കേ. Then the variance sigma square is equal to 1 by capital N summation xi minus x bar the whole square into fi, which is equal to 1 by capital N summation xi square fi bracket natha minus x bar square, where x bar is equal to 1 by n summation xi fi. Okay, ഇതാണ് നമ്മളുടെ വേരിയൻസിന്റെ ഫോർമുല. ഇപ്പൊ ഗ്രൂപ്ഡ് കേസിലും അൺഗ്രൂപ്ഡ് കേസിലും ഒരേ ഫോർമുലയാണ്. അരിത്മെറ്റിക് മീനിനും സെയിം ഫോർമുലയാണ്, ജോമെട്രിക് മീനിനും സെയിം ഫോർമുലയാണ്, ഹാർമോണിക് മീനിനും സെയിം ഫോർമുലയാണ്, മീൻ ഡീവിയേഷന്റെ കേസിലും സെയിം ഫോർമുലയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കേസിലും സെയിം ഫോർമുലയാണ്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. അൺഗ്രൂപ്പ് ഡേറ്റയുടെ കേസിലെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ: find the variance and the standard deviation. Find the variance and the standard deviation for the given data. For the given data. Observation xi. xi the value 1, 2, 3, 4, 5. fi the value 1, 3, 5, 2,
1. അപ്പോൾ അൺഗ്രൂപ്പ് ഡേറ്റയാണ്, എക്സൈസും FIസും ഉണ്ട്. ഓക്കെ, ചോദിച്ചേക്കുന്നത് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. എന്ത് ചോദിച്ചാലും നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അൺഗ്രൂപ്പ് ഡേറ്റയുടെ കേസിലെ നമ്മുടെ വേരിയൻസിന്റെ ഫോർമുല എന്താണ്? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n summation I equal to 1/N summation I equal to 1 to n xi square fi, ഇതൊരു ബ്രാക്കറ്റിനകത്ത്, മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓക്കെ, വേർ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് 1/n summation xi fi. അപ്പൊ ആദ്യം തന്നെ ഫോർമുല എഴുതി വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത്, നമ്മളുടെ ടേബിളിൽ എന്തൊക്കെ കോളംസ് വേണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നോക്കൂ, നമുക്കിവിടെ സമ്മേഷൻ XI/FIയും വേണം, സമ്മേഷൻ XI²FIയും വേണം അല്ലെ, ഇത് മൊത്തം കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് ഇവിടെ ആൻസറിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കൊരു വലിയ ടേബിൾ വേണം. ആദ്യത്തെ കോളം XI, അടുത്ത കോളം FI, അടുത്തത് XI ഇൻറ്റു FI. എന്തിനാണ് ഈ XI/FI? നമ്മുടെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട്. അടുത്തത് XI² ഇൻറ്റു FI. ഈ 4 കോളംസ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഒബ്സർവേഷന്റെ താഴെ നമ്മൾ അതിന്റെ വാല്യൂസ് എഴുതുകയാണ്. 1 2 3 4 5. ഫ്രീക്വൻസിയുടെ വാല്യൂ 1 3 5 2 1. ഇനി എന്താ വേണ്ടേ? ഒബ്സർവേഷനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 1 3 ഇൻറ്റു 2 6 5 3s are 15 4 2s are 8 5 1s are 5. അതാണ് XI/FIയുടെ കോളം. ഇനി നമുക്ക് XI²FI വേണം. അതെങ്ങനെ കിട്ടും? XI/FIയുടെ കോളത്തിനെ ഒരു പ്രാവശ്യം കൂടെ XI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് XI²FI കിട്ടും. അതായത് ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് XI²FI കിട്ടും അല്ലേ. അല്ലാതെ XI² വേറെ കണ്ടുപിടിച്ച പിന്നെ അതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യണ്ട. XI/FIയെ ഒരിക്കലൂടെ XI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഗതിയാണ് XI²FI. അപ്പൊ ശ്രദ്ധിച്ച് അത് പറഞ്ഞേ. അപ്പൊ അടുത്തത് 1 ഇൻറ്റു 1 1, 6 ഇൻറ്റു 2 12, 15 ഇൻറ്റു 3 45, 8 ഇൻറ്റു 4 32, 5 ഇൻറ്റു 5 25. ഇതാണ് XI²FI. ഇനി ഏതൊക്കെ കോളംസിന്റെ ടോട്ടൽ നമുക്ക് ആവശ്യമാണ്? FIയുടെ ടോട്ടൽ ആവശ്യമാണ്, XI/FIയുടെ ടോട്ടൽ ആവശ്യമാണ്, XI²FIയുടെ ടോട്ടൽ ആവശ്യമാണ്. എന്ത് വരും നോക്കൂ. 3 + 1 4 + 5 9 10 11 12. ഇത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 12 ആണ്. ഇനി സമ്മേഷൻ XI/FI എന്തായിരിക്കും? സമ്മേഷൻ XI/FI ഈക്വൽ ടു 6 + 1 7 7 + 10 17 + 5 22 + 8 30 35. ഇത് 35. ഇവിടെ കിട്ടുന്നത് സമ്മേഷൻ XI²FI. അതെന്ത് വരും? 25. കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് നോക്കാം. 1 + 12 + 45 + 32 + 25 115. ഇത് 115. അപ്പൊ നമുക്ക് ടേബിളിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേരിയൻസ് കണ്ടുപിടിക്കണം. പക്ഷെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഈ ഫോർമുലയിൽ ആദ്യം വേണ്ടുന്നത് എക്സ് ബാർ ആണ്. അപ്പൊ ആദ്യം നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാം. So x bar is 1/N summation XI/FI. So it is equal to 1/12 into 35. എത്ര വരും നോക്കാം. 1/12 into 35 എന്ന് പറയുന്നത് 35 divided by 12. So it is 2.92. 2.92. x bar കിട്ടി. ഇനി നമുക്ക് സിഗ്മ സ്ക്വയറിന്റെ ഫോർമുല എന്താന്ന് നോക്കാം. നമ്മൾ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാണ് ഇവിടെ. സോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല 1/N summation XI²FI, അത്രയും ഒരു ബ്രാക്കറ്റിനകത്ത് മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പം എന്ത് വരും? 1/12 ഇൻറ്റു XI²FI എന്ന് പറയുന്നത് 115 ആണ്. അതൊരു ബ്രാക്കറ്റിനകത്ത് മൈനസ് 2.92ന്റെ സ്ക്വയർ. ഓക്കെ, അഗെയിൻ നമുക്ക് കാൽക്കുലേറ്റർ തന്നെ വേണം. സോ ലെറ്റ് സി എന്ത് വരുമെന്ന്.
So 115 divided by 12. So this is equal to 9.58. 9.58 minus 2.92 into square. 2.92 into 2.92. 8.526. 8.53. 8.53. So answer എത്ര വരും? 1.03. ഇതാണ് ആൻസർ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ കേസിലെ വേരിയൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ള അസംഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. എക്സാമിനേഷൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും. കാരണം ഇതൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, അപ്പൊ സിഗ്മ സ്ക്വയർ കണ്ടുപിടിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 1.03യുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് അൺഗ്രൂപ്പ് ഡേറ്റ. ഇനി ഗ്രൂപ്പ് ഡേറ്റയുടെ കേസിൽ ഞാൻ അത് മൊത്തം ചെയ്യില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതി ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഫൈൻഡ് ദ വേരിയൻസ് ഫോർ ദ ഗിവൺ ഡേറ്റ. ഫൈൻഡ് ദ വേരിയൻസ് ഫോർ ദ ഗിവൺ ഡേറ്റ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്നിട്ട് ക്ലാസ് എഴുതിയിട്ട് ക്ലാസ് 0 to 10, 10 to 20, 20 to 25, sorry 20 to 30 മതി വെറുതെ, 30 to 40 and 40 to 50. Frequency 2, 6, 8, 4, 1. ക്ലാസും ഫ്രീക്വൻസീസും എന്തായിരുന്നു ചെയ്യേണ്ടുന്നത്? ഫോർമുല എക്സാക്ട്ലി സെയിം ആണ്. എന്താണ് സിഗ്മ സ്ക്വയറിന്റെ ഫോർമുല? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by capital N summation xi square fi within brackets minus x bar square, where x bar is equal to 1 by capital N summation xi fi. അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ xi തന്നിട്ടില്ല. അപ്പം നമ്മുടെ ടേബിളിനകത്ത് ഒരു കോളം കൂടെ എക്സ്ട്രാ കയറി വരും അല്ലേ? അപ്പം ഇത് ചെയ്യാനായിട്ടുള്ള ടേബിൾ എങ്ങനെയായിരിക്കും? ആദ്യത്തേത് ക്ലാസ്, അടുത്തത് fi, അടുത്തത് ക്ലാസിന്റെ മിഡ് വാല്യൂസ് xi. xi എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ മിഡ് വാല്യൂസ്. പിന്നെ നമ്മുടെ xi ഇൻറ്റു fi, അടുത്തത് xi സ്ക്വയർ ഇൻറ്റു fi. xi സ്ക്വയർ ഇൻറ്റു fi. ഇത്രയും കോളംസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിൽ ഏതൊക്കെ കോളംസിന്റെ സം വേണം? നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ക്യാപിറ്റൽ N ആവശ്യമാണ്. അപ്പം fi കോളത്തിന്റെ സം വേണം, അതാണ് ക്യാപിറ്റൽ N. xi fi കോളത്തിന്റെ സം വേണം, അതാണ് സമ്മേഷൻ xi fi. xi സ്ക്വയർ fiയുടെ ടോട്ടലും വേണം, അതാണ് സമ്മേഷൻ xi സ്ക്വയർ fi. എന്നിട്ട് തൊട്ട് മുന്നത്തെ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് എക്സാക്ട്ലി സെയിം മെത്തേഡിൽ ഇവിടെയും ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലവും കംപ്ലീറ്റ് ചെയ്യണം. യു ഹാവ് ടു ഡു പ്രോബ്ലംസ്, എന്നാലേ എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ഇനി കുറച്ചുകൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, സോ ബൈ, താങ്ക് യു.